ഹായ്. രണ്ട് കാര്യമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന്, ബെറ്റർ ഹെൽത്ത്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനുള്ള ഫുൾ പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്തു. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് വർക്കൗട്ട്, എന്തൊക്കെയാണ് ഡയറ്റ്, എത്ര നാൾ നമ്മൾ കണ്ടിന്യൂസ് ചെയ്യണം, ഫുൾ പ്ലാന്. അതേപോലെ തന്നെ നമ്മുടെ കരിയറിന് വേണ്ടി രണ്ട് പ്ലാൻ ഉണ്ടായിരുന്നു, രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ആ രണ്ട് ഓപ്ഷൻസും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു, വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു. ഇതിന് ശേഷം ഒരു 10 ദിവസത്തോളമായിട്ട് ഞാനത് ഫോളോ അപ്പ് ചെയ്യണം. അതിനിടയിൽ 10 ദിവസത്തിനുള്ളിൽ റിയൽ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവണത്, എനിക്കും നിങ്ങൾക്കും ഏറെക്കുറെ എല്ലാവർക്കും ഉണ്ടാവുന്ന സംഭവമാണ് അൺമോട്ടിവേഷൻ. അങ്ങനെയാണ് പറയാം. അതോ ഒരു ബേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടിവേഷൻ, നമ്മുടെ എനർജി എല്ലാം ബേണായി പോകും. പെട്ടെന്ന് നമ്മൾ ഒന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ ഒന്നും കണ്ടിന്യൂ ചെയ്യണ്ട, ഒന്നും ചെയ്യാനുള്ള താല്പര്യം. ഇപ്പം നമ്മൾ ഓരോ പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓരോ റൊട്ടീനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ചെയ്യണ്ട എന്നുള്ളൊരു സ്റ്റാറ്റ് വരും. എന്ന് പറഞ്ഞു വെച്ചിങ്ങനെ എന്താ പറയുക, പെട്ടെന്ന് നമ്മൾ ഒരു കാര്യത്തിനോടും താല്പര്യമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം, ഈ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആവും, നമ്മൾ സെറ്റാവും, നമുക്ക് ഉറപ്പാണ്. പക്ഷെ അത് ചെയ്യാനുള്ളൊരു എനർജിയോ അല്ലെങ്കിൽ അതിനുള്ളൊരു മോട്ടിവേഷനോ ഇല്ല. നോർമലി എനിക്കെന്നല്ല, എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംഭവമാണത്. അതിനെന്താണ് ചെയ്യാൻ പറ്റുക? അതേ സംഭവം എനിക്കും വന്നു. ഞാൻ ഒരു 8 ദിവസം കണ്ടിന്യൂസ്, 8-9 ദിവസം കണ്ടിന്യൂസ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു വന്നു. അതിൽ കുറേ ഞാൻ ഷൂട്ട് ചെയ്തു, കുറേ ഞാൻ ഷൂട്ട് ചെയ്തില്ല. പക്ഷേ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. കാരണം നമുക്ക് റിസൾട്ടും ഇല്ല, കാര്യങ്ങളൊന്നും ഇല്ല, തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മൾ റിസൾട്ട് പ്രതീക്ഷിക്കരുത്. പക്ഷെ മൈൻഡ് ഭയങ്കര ബേൺ ഔട്ടാണ്, എല്ലാം ക്വിറ്റ് ചെയ്യാനാണ് തോന്നുന്നത്. ഇതിനെന്താണ് ചെയ്യുക? ഇപ്പം ഞാൻ ആലോചിച്ചപ്പോൾ നമ്മൾ ഡെയിലി സാധനം കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മൈൻഡ് ഭയങ്കര ബേൺ ഔട്ട് ആവും. നമ്മുടെ എനർജിക്ക് വളരെ എന്താ പറയുക, ഭയങ്കര ബോറിങ്, അങ്ങനെ എന്തൊക്കെയോ നമുക്ക് തോന്നും. എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല. പക്ഷെ ഇനി മുതൽ പ്രോപ്പറായിട്ടുള്ള 3 ദിവസം നമ്മൾ പറഞ്ഞ പ്ലാൻ പ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്യും. 3 ദിവസം കഴിഞ്ഞാൽ 4-ാമത്തെ ദിവസം ഫുൾ റെസ്റ്റ്. നമ്മൾ എന്തൊക്കെയാണോ പ്ലാൻ ചെയ്തത്, നമ്മൾ എന്തൊക്കെയാണോ റൊട്ടീനുള്ള ചെയ്തത്, കാലത്ത് നേരത്തെ എഴുന്നേൽക്കണത്, പഠിക്കണത്, വർക്കൗട്ട് ചെയ്യണത്, ഡയറ്റ് എന്തൊക്കെയാണോ അതെല്ലാം ക്വിറ്റ് ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ചീറ്റ് ഡേ എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, അല്ല എന്താ പറയുക, നമ്മൾ ഫോളോ ചെയ്യുന്ന റൊട്ടീൻ മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അങ്ങനത്തെ ഒരു ദിവസം ഞാൻ ചെയ്യാൻ പോവാണ്. ഞാൻ 2 ദിവസം ഇതിനെക്കുറിച്ച് ഞാൻ നന്നായി ആലോചിച്ചു. എന്താണിപ്പോൾ ഈ സമയത്ത് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ചെയ്യാന്ന് ഞാൻ ആലോചിച്ചു. 2 ദിവസം ഞാൻ ഒന്നും ചെയ്തില്ല, ഡയറ്റ് നോക്കിയില്ല. പൊതുവെ ഞാൻ ഫാസ്റ്റിംഗ് ചെയ്യാറുണ്ട്, 16 മണിക്കൂർ ഫാസ്റ്റിംഗ് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ കലോറി ചെക്ക് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കളിക്കാൻ പോകാറുണ്ട്. ഒന്നും ചെയ്തില്ല, വെറുതെ ഫോൺ നോക്കിയിരുന്നു, കുറേ ചിന്തിച്ചു, കുറേ ആലോചിച്ചു കൂട്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ദിവസം നമുക്ക് ആവശ്യമാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 ദിവസം നമ്മൾ നല്ല രീതിയിൽ നമ്മൾ സ്ട്രെസ്സൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് നമ്മൾ ഓവറായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് റിലാക്സ് ആവാനൊരു ദിവസം കൊടുക്കണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 3 ദിവസം പ്രോപ്പറായിട്ടുള്ള ഡയറ്റ്, പ്രോപ്പറായിട്ടുള്ള വർക്കൗട്ട്, പ്രോപ്പറായിട്ടുള്ള കരിയർ പ്ലാന്, പ്രോപ്പറായിട്ടുള്ള സ്റ്റഡി, എന്തൊക്കെയാണോ അതെല്ലാം പ്രോപ്പറായിട്ട് 3 ദിവസം ചെയ്യാം. ഇത് 3 ദിവസം ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ബോഡി മൈൻഡൊക്കെ ബേൺ ഔട്ട് ആവും, ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ആ 3 ദിവസം കഴിഞ്ഞ് 4-ാമത്തെ ദിവസം പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ്, നമ്മുടെ ബോഡിക്ക് റെസ്റ്റ്, നമ്മുടെ മസിൽസിനും ബോഡിക്ക് എല്ലാത്തിനും റെസ്റ്റ്,
നമ്മുടെ മൈൻഡിനും റെസ്റ്റ് അല്ലേ. കുറച്ച് നാൾ നമ്മൾ ഓവറായിട്ട് നമ്മുടെ ബ്രെയിന് സ്ട്രെയിൻ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എന്താ പറയുക, നമ്മൾ കുറേ സംഭവങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇത്ര ദിവസം കഴിഞ്ഞപ്പോൾ ബ്രെയിന് മനസ്സിലായി ഇത് ശരിയാവുന്നില്ല, എന്താ പറയുക, അത് എഫക്റ്റ് ആവണില്ല. അപ്പോൾ ബ്രെയിൻ വർക്കാവാതെ ആ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ പോയി. നമുക്കറിയാലോ ഇന്ന കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ, ഇന്ന കാര്യം സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് നല്ല ഇഷ്ടമുള്ള ഫുഡ് സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഹെൽത്ത് കിട്ടും. ഇപ്പോൾ ഓയിലായിട്ടുള്ള ഫുഡുകൾ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഹെൽത്തും ബെറ്റർ ആയിട്ടുള്ള ബോഡിയും കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് റിക്കവർ ആവാനുള്ളൊരു ടൈം കൊടുക്കണം. അപ്പോൾ 4 ദിവസത്തിൽ 3 ദിവസം പ്രോപ്പറായിട്ടുള്ള വർക്കൗട്ട് കാര്യങ്ങൾ പ്ലാൻസ് എല്ലാം. 4th ഡേ എന്ന് പറഞ്ഞാൽ വെച്ചാൽ റെസ്റ്റ് ഡേ അല്ലെങ്കിൽ ചീറ്റ് ഡേ. എന്താണോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് അത് ചെയ്യുക. ചിലപ്പോൾ ഒരു പുറത്തുനിന്ന് പോയിട്ട് ഫുഡ് കഴിക്കാനുള്ളതായിരിക്കാം, അല്ലെങ്കിൽ വെറുതെ ഇരിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഫോണിൽ വെറുതെ നോക്കിയിരിക്കാനായിരിക്കാം. എന്താണെങ്കിലും അന്ന് എന്തെങ്കിലും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന എന്താണോ അത് ചെയ്യുക. അതാണ് 4th ഡേ. അപ്പോൾ അതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. കാരണം നമ്മൾ ഓവറായിട്ട് വെറുതെ എനർജി കൊണ്ട് കളഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് തോന്നുന്നു. കുറേ ഒരു 10 ദിവസം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ട് 20 ദിവസം വെറുതെ കളഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ ഈ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ AC കറണ്ട് DC കറണ്ട് കണ്ടുണ്ടാകും. ഈ AC കറണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും, കാണണ്ട. AC കറണ്ട് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മുകളിലേക്കും താഴ്ന്ന് മുകളിലേക്ക് പൊന്തിയും താഴ്ന്നിട്ടിരിക്കും. ഇതാണ് AC കറണ്ട് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ. ഈ ടോപ്പിൽ നമ്മൾ ഹൈ മോട്ടിവേറ്റഡ് ആയിരിക്കും. നമ്മൾ എന്താ പറയുക, ജിമ്മിലൊക്കെ പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പോയി കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു, ഡമ്പൽ എടുക്കുന്നു, വെയിറ്റ് അടിക്കുന്നു, ഓവറായിട്ട് വെയിറ്റ് അടിക്കുന്നു. പക്ഷേ ഈ ദിവസം പോയി കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളൊന്നും ചെയ്യില്ല, വെറുതെ ജിമ്മ് പോയി കണ്ടിട്ട് തിരിച്ചു വരും. ആ ലെവലിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് പോകുന്നുണ്ടാവുക. ഇതാണ് പൊതുവെ എല്ലാവർക്കും വരുന്നത്. AC കറണ്ട് നമ്മളൊരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംഭവമാണ് AC കറണ്ട്. നമുക്ക് വേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ DC ആണ്. DC എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് DC. കണ്ടുണ്ടാവും, നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുന്ന ടൈമിൽ ഈ സംഭവം ഉണ്ടാവും. DC കറണ്ട് എല്ലാ ദിവസവും ഒരേപോലെ പ്രോപ്പറായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഓവറായിട്ട് ഹൈപ്പും വരില്ല, ഒരു ദിവസം ഓവറായിട്ട് ഡൗൺ ആവില്ല. ഇവിടെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്നൊക്കെ പറഞ്ഞ സംഭവം വരുന്നത്. ഈ സമയത്തൊക്കെയാണ് ഡിസിപ്ലിൻ, ഹങ്കർ, എന്താ പറയുക, അങ്ങനെ കുറേ ബോർഡം, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്, വേർഡ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഈ സമയത്താണ് വരുന്നത്. അപ്പോൾ റെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതാണ് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഒരു ഫ്രണ്ടല്ല ഒരു സബ്സ്ക്രൈബർ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ എത്ര ഏജിലാണ് ഗവൺമെൻറ് ജോബ് കയറിയത്, ഏതാണ് ഒരു ഐഡിയൽ ഏജ് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ PSC പഠിക്കേണ്ട ഐഡിയൽ ഏജ്. PSC പഠിക്കാൻ പ്രത്യേകിച്ച് ഐഡിയൽ ഏജ് ഒന്നുമില്ല. പക്ഷേ ഞാൻ പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞു, പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് 2 വർഷം 3 വർഷം പുറത്ത് പോയിട്ട് ഒരു പ്രൈവറ്റ് ജോബ് ചെയ്തിട്ട് PSC പഠിക്കാൻ വരിക. അപ്പോൾ നമുക്ക് മനസ്സിലാവും, പ്രൈവറ്റ് ജോബ് എന്താണ്, ഗവൺമെൻറ് ജോബൊക്കെ എന്താണെന്നൊക്കെ നമുക്ക് കുറച്ച് ധാരണ ഉണ്ടാവും. എന്താണ് ഗവൺമെൻറ് ജോബിൻ്റെ ഗുണം, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കുറച്ച് ഗവൺമെൻറ് ജോബിലുള്ള ആൾക്കാരോട് സംസാരിച്ച് പ്രൈവറ്റ് ജോബിൽ വർക്ക് ചെയ്തിട്ടൊക്കെ വരുമ്പോൾ വീണ്ടും നമ്മൾ പഠിക്കാതിരുന്നിട്ട് ഗവൺമെൻറ് ജോബിന് വേണ്ടി പഠിക്കാതിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്, എങ്ങനെയൊക്കെ പഠിക്കണം, ഈ ജോലി നമുക്ക് വേണം. ആ ഏജൊക്കെ വരുന്ന സമയത്ത് പറഞ്ഞെങ്കിൽ ഒരു 24 to 28, 28 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോയ്സിന് ഭയങ്കര പ്രഷറായിരിക്കും, ഫാമിലി പ്രഷർ ഉണ്ടാവും. ഫാമിലി എന്ന് പറഞ്ഞ സംഭവം നോക്കേണ്ടത് പുരുഷന്മാരുടെ ഉത്തരവാദിത്തമാണ്. ഏറെക്കുറെ അങ്ങനെയാണ്, എല്ലാ വീട്ടിലും അങ്ങനെയാണ്. അപ്പോൾ 28 വയസ്സ് കഴിഞ്ഞിട്ട് പഠിക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ഒരു മിഡിൽ ക്ലാസ് ഉള്ള ആൾക്കാർക്ക് പറ്റിയ പരിപാടിയല്ല. അപ്പോൾ 24 to 28 അതാണ് എൻ്റെ
ഞാൻ പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു പ്രോപ്പറായിട്ട് ഏജ്. പിന്നെ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ കയറണം. അല്ലെങ്കിൽ പിന്നെ പഠിച്ചിട്ട് കാര്യമില്ല. 6 മാസത്തിനുള്ളിൽ ബേസിക് സെറ്റ് ആവണം. 6 മാസത്തിനുള്ളിൽ പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് ഒരു റാങ്ക് ലിസ്റ്റിൽ കയറിയാലാണ്, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ വരണം. നമ്മൾ ഒരു വർഷം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടില്ലെങ്കിൽ പിന്നെ നമ്മളതിൽ വർക്കൗട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ഏറെക്കുറെ ഒരു റാങ്ക് ലിസ്റ്റിൽ കയറണം. ജോലി കിട്ടുന്നല്ല, റാങ്ക് ലിസ്റ്റിൽ കയറണം. അപ്പോൾ അങ്ങനെ പ്രോപ്പർ അത് അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമൊക്കെ പ്രോപ്പറാണ്. അധികം ടൈം എടുക്കാതെ മാക്സിമം 2 വർഷത്തിനുള്ളിൽ ഒരു ജോലി വാങ്ങാനുള്ള സെറ്റപ്പ് ഉള്ള റാങ്ക് ലിസ്റ്റിൽ പെടണം. ജോലി വാങ്ങാനുള്ള ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടല്ലോ, റാങ്ക് ലിസ്റ്റ് മാർക്ക് ഉണ്ടാവും അല്ലെങ്കിൽ റാങ്ക് ഉണ്ടാവുമല്ലോ, അതിൽ കയറണം. അല്ലാത്ത പക്ഷം PSC പഠിക്കുന്നതിൽ അർത്ഥമില്ല. കുറേ അതിൻ്റെ അറിവിലുണ്ട്, ഒരു 8 വർഷം 10 വർഷമൊക്കെ PSC ഇരുന്ന് പഠിച്ചിട്ട് ഇതുവരെയായിട്ടും ജോലിയുടെ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി പഠിച്ചിട്ട് കാര്യമില്ല. ഒരു 2 വർഷം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ അതിലൂടെ നോക്കരുത്. അപ്പം നിങ്ങളെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. 2 വർഷം ഒന്നെങ്കിൽ നിങ്ങൾ പഠിച്ച രീതി തെറ്റായിരിക്കും, നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റായിരിക്കും. മാക്സിമം 2-3 വർഷം അതിനുള്ളിലൊരു നല്ല റാങ്ക് ലിസ്റ്റിൽ കയറണം. അപ്പോൾ അതൊക്കെ പറയാനുള്ളവരാണ്. പിന്നെ പുതിയ സംഭവങ്ങളാണ്. ഏജ് 40 ആക്കി, 36 എന്നുള്ള സംഭവം ലിമിറ്റ് 40 ആക്കിയേക്കണം, ഏജ് ലിമിറ്റ് PSC. അങ്ങനൊരു സംഭവം ന്യൂസ് ഞാൻ കേട്ടു, ഫേക്കാണെന്ന് അറിയില്ല, ഗ്രൂപ്പിലൊന്നും സംഭവമാണ്. പിന്നെ മൂന്നാമത്തെ ഗോളാണ് മണി. ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മണിയാണ്. കാശുണ്ട് വെച്ചെങ്കിൽ ഫ്രീഡം ഉണ്ട്. മണി ഉണ്ടാക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ, ബിസിനസ് ചെയ്ത ആൾക്കാരിലാണ് ഏറ്റവും കൂടുതൽ കാശുള്ളത്. അത് നിങ്ങൾക്ക് അറിയണ കേസാണ്. ബില്യനേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷനാണ് കരിയർ. നല്ല കരിയർ ബിൽഡ് ചെയ്യുക. എക്സാമ്പിളായിട്ട് ആക്ടേഴ്സ്, സ്പോർട്സ് പേഴ്സൺ, ഇവരുടെയൊക്കെ ഇപ്പോൾ ഫുട്ബോൾ പ്ലേയേഴ്സ് അല്ലെങ്കിൽ ക്രിക്കറ്റ് പ്ലേയേഴ്സിനൊക്കെ ഓരോ കളിക്ക് കിട്ടുന്ന ഇൻകം എന്താണ്? അത് അവരുടെ കരിയറാണ്. പക്ഷെ അത് ജീവിതകാലം മുഴുവനില്ല. അപ്പോൾ ആ സമയത്ത്, ആ കരിയറിൻ്റെ പീക്ക് സമയത്ത് അവരെന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ മലയാളത്തിൽ മോഹൻലാൽ, മമ്മൂട്ടി നടന്മാരൊക്കെ, അവർക്ക് ക്യാഷ് ഉണ്ട്. എങ്ങനെ? സിനിമയിൽ കൂടെ അത്യാവശ്യം ക്യാഷ് ഉണ്ട്. അവർ ആ ക്യാഷ് കൊണ്ട് മാത്രമാണോ ചെയ്യുന്നത്? അത് മാത്രമാണോ ഉണ്ടാക്കുന്നത്? അല്ല. അവർ പ്രൊഡക്ഷൻ സ്റ്റുഡിയോ, റെസ്റ്റോറൻറ്റ്, എന്തൊക്കെ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ പറ്റുമോ, അതെല്ലാവരും നോക്കുന്നുണ്ട്. എല്ലാവരും. ഇപ്പോൾ ആക്ടേഴ്സ്, അതേപോലെ തന്നെ സ്പോർട്സിലുള്ള ആൾക്കാരുകൾ എന്തോരം ബിസിനസ്സാണ് ചെയ്യാൻ പോണത്. അല്ലെങ്കിൽ ഹോട്ടൽ വാങ്ങിയിടുന്നു, റെസ്റ്റോറൻറ്റ് വാങ്ങിയിടുന്നു, കുറേ നമ്മൾ കണ്ടതും കേൾക്കാതായിട്ട് കുറേ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാശുണ്ടാക്കണം വെച്ചെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ, ബിസിനസ്. അപ്പോൾ മണി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ തേർഡ് ഗോളാണ് മണി. നമ്മൾ 4 ഗോളാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാകുന്നത്. ഒന്ന് ഹെൽത്ത്, രണ്ടാമത് കരിയർ, മൂന്നാമത് മണി, നാലാമത്തെയാണ് ഏത്? റിലേഷൻഷിപ്പ്. അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ മണി ഉണ്ടാക്കാൻ എന്ത് ചെയ്യും? ബിസിനസ് ചെയ്യണം. എന്ത് ബിസിനസ്സാണ് ഇപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എന്ന് പറയുന്നത് വെച്ചെങ്കിൽ, ഇനി കുറച്ച് നാളായിട്ട് ബിസിനസ്സിൻ്റെ ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ കണ്ടന്റ് ക്രിയേഷനാണ്. മിക്ക യൂട്യൂബേഴ്സും ബിസിനസ്സുകാരാണ്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കണ്ടന്റ് ക്രിയേഷനിൽ കൂടെ ഒരു ബ്രാൻഡ് സൃഷ്ടിക്കുക, കുറച്ചധികം ഫോളോവേഴ്സ് ഉണ്ടാക്കുക, അത് കഴിഞ്ഞിട്ട് ആ ഫോളോവേഴ്സ് കൂടെ അല്ലെങ്കിൽ ആ ബ്രാൻഡിൽ കൂടെ ഒരു പ്രൊഡക്റ്റ് പുറത്തേക്ക് കൊണ്ടുവരിക, അത് സെയിൽ ചെയ്യുക, അത് ആൾക്കാരിലേക്ക് എത്തിക്കുക. ഇപ്പോൾ 1 മില്യൺ ഫോളോവേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനൽ വിചാരിക്കും.
അപ്പം അയാൾ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു. അപ്പോൾ 1 മില്യൺ ആൾക്കാർ എന്തെങ്കിലും കാണും. ആ 1 മില്യൺ ആൾക്കാർക്ക് എന്താണ് ആഡായി. ആ 1 മില്യൺ ആളിൽ ഒരു 10K ആൾക്കാരെ സാധനം വാങ്ങി ആ പ്രൊഡക്റ്റ് വാങ്ങി കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ ആ പ്രൊഡക്റ്റ് വിജയിച്ചു. അപ്പോൾ ഇനിയുള്ള ഒരു ബിസിനസ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇനിയുള്ളൊരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ ബ്രാൻഡിങ് ആണ്. സെൽഫ് ബ്രാൻഡിങ്. അത് കണ്ടന്റ് ക്രിയേഷനുള്ളതാണ് മെയിനായിട്ട് നടക്കുന്നത്. ഇപ്പോൾ ഇൻസ്റ്റ, യൂട്യൂബ്, ഫേസ്ബുക്ക്, എന്തോരം പ്ലാറ്റ്ഫോമാണ്, ഇഷ്ടം പോലെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പം അങ്ങനെ എക്സാമ്പിളായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഒരു പോലീസുകാരനുണ്ട്, പെരിങ്ങണ്ടൂർ സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ആളുണ്ട്. അപ്പോൾ ആളൊരു ബാറ്റ് സംഭവം കൊണ്ടുവന്നതാണ് DSPയുടെ. അപ്പോൾ ആള് പോലീസിനൊന്നും പണിക്കൊന്നും വരുന്ന കാണുന്നില്ല. അപ്പോൾ ആള് ഫുള്ള് ഈ പരിപാടിയാണ്, ബാറ്റിൻ്റെ പരിപാടിയായിട്ട് പോവാണ്. DSP ബ്രാൻഡ് ഒരു ആളുടെ ഒരു DSP പറഞ്ഞ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ ബാറ്റ് സെയിൽ ചെയ്യാണ്. നല്ല രീതിയിൽ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അത് പറഞ്ഞത്. അപ്പോൾ അതൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമുകളൊക്കെ നല്ല രീതിയിൽ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നില്ല, ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരുണ്ട്. ഇതറിയാതെ പല ആൾക്കാർ ഇപ്പോഴും ഒരാളുടെ കീഴിൽ പട്ടിപ്പണിക്കുന്ന ആൾക്കാരുണ്ട്. അതും വേറെ കേസ്. ഇപ്പോഴും കഷ്ടപ്പെട്ടാലാണ് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തത്വമായിട്ട് നമുക്ക് നടക്കാൻ പറ്റില്ല. നമ്മൾ കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറണം എന്ന് പറഞ്ഞ പോലെ പുതിയ സ്കില്ല് കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തണം. പുതിയ ഏണിങ്സ് കണ്ടെത്തണം. പുതിയതായിട്ട് എന്തൊക്കെ കണ്ടെത്താൻ പറ്റുമോ അതൊക്കെ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഇനി വരുന്നതെല്ലാം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയിരിക്കും, ഡിജിറ്റലായിട്ടുള്ള സംഭവങ്ങളായിരിക്കും കൂടുതൽ. അപ്പോൾ നമ്മൾ ഇപ്പോഴും കൂലിപ്പണിക്ക് പോയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, നമ്മൾ വിശപ്പ് ഒപ്പിയിട്ടാണ് നമുക്ക് കാശ് എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നടക്കണ കാര്യമല്ല. അപ്പോൾ മാറി ചിന്തിക്കേണ്ട സമയങ്ങളാണ് അതൊക്കെ. അപ്പോൾ നമ്മൾ ഈ 3 കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഇങ്ങനത്തെ ബോറിങ് ആയിട്ടുള്ള പറഞ്ഞില്ലേ, ചില സമയത്ത് നമുക്ക് ഈ ഒബ്സഷനും മോട്ടിവേഷനൊക്കെ പോണ സമയത്ത് നമ്മൾ പെട്ടെന്ന് തിരിച്ചു വരണം. മിക്ക ആൾക്കാരും ഈ മോളിലേക്ക് പോയിട്ട് അവർ മോട്ടിവേഷൻ്റെ പുറത്തൊരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഹൈപ്പിൽ നിൽക്കും. അത് കഴിഞ്ഞ് ഒറ്റയടിക്ക് ഡൗൺ ആയിട്ട് താഴത്തേക്ക് വരും. ആ താഴത്തേക്ക് വരുന്ന സമയത്ത് ഏറെക്കുറെ എല്ലാവരും നിർത്തിപ്പോകും. എല്ലാ കാര്യമാണ്, ഇപ്പോൾ പഠിക്കണതായിക്കോട്ടെ, വർക്കൗട്ട് ആയിക്കോട്ടെ, എന്താണെങ്കിലും ഹൈപ്പിൽ നല്ല മോട്ടിവേറ്റ് ആയിരുന്ന സമയത്ത് നമ്മൾ ഫുൾ കാര്യങ്ങൾ പക്കയായിട്ട് ചെയ്യും. ആ മോട്ടിവേഷൻ കഴിഞ്ഞൊരു കുറച്ചാൾ കഴിഞ്ഞ് ഒറ്റയടിക്ക് ഡൗൺ ആവും. ആ മോട്ടിവേഷൻ ഒറ്റയടിക്ക് ഡൗൺ ആവും. അപ്പോൾ ആ സമയത്ത് ഏറെക്കുറെ എല്ലാവരും നിർത്തും. ഡൗൺ ആയി കഴിഞ്ഞ് ഞങ്ങൾക്ക് തോന്നണം 2 ദിവസം നമ്മൾ പ്രോപ്പറായിട്ട് എല്ലാവരും റെസ്റ്റ് എടുക്കുക, ചിന്തിക്കുക, ആലോചിക്കുക എന്താണ് ചെയ്യേണ്ടത്, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. അത് ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ മറ്റേ വേവ് പോലെ ഒറ്റ വേവാണ്. എങ്ങനെയാണ് എവിടെ നേരത്തെ പറഞ്ഞ പോലെ വേവ് എന്താ, നമുക്ക് ഒറ്റയടിക്ക് നമ്മൾ ഹൈപ്പായിട്ട് മോട്ടിവേറ്റ് ആയിട്ട് മുകളിലേക്ക് പോയി അതേപോലെ നമ്മൾ ഡൗൺ ആവും. ഡൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെല്ലെ നമ്മൾ മുകളിലേക്ക് വരണം. ഇതാണൊരു വേവ്. ഇത് മുകളിലേക്ക് പോയി എന്തായാലും ഉറപ്പാണ് ഡൗൺ ആവുന്നത്. പക്ഷെ ഇവിടെ തന്നെ നിൽക്കരുത്, മെല്ലെ നമ്മൾ മുകളിലേക്ക് വരാൻ നോക്കണം. അപ്പോൾ ഞാൻ പറയാനുള്ളത് എന്താ വെച്ചാൽ, അങ്ങനെ മോട്ടിവേഷൻ ഇല്ലാതെ എന്തെങ്കിലും ഹാബിറ്റും കാര്യങ്ങളും നമ്മൾ നിർത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാമല്ലോ, റീസ്റ്റാർട്ട് ചെയ്യാം. വീണ്ടും ഡൗൺ ആവും, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക, വീണ്ടും ഡൗൺ ആവും, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. എത്ര പ്രാവശ്യം റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും പ്രാവശ്യം റീസ്റ്റാർട്ട് ചെയ്യാം. റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പാരലാവും. എങ്ങനെ പാരലാവും? DC കറണ്ട് പോലെ. DC കറണ്ട് അറിയില്ലേ? ആദ്യം നമ്മൾ വേവൊക്കെ മാറിയിട്ട് ഇതേപോലെയാവും. ഒറ്റ ലൈനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതാവണ വരെ
എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AC to DC ആവണ വരെ നമ്മൾ എന്ത് ചെയ്യണം? റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. റീസ്റ്റാർട്ട് ചെയ്യുക. അത്രയും പറയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.